പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിന് നമ്മുടെ ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ട് എല്ലുകളുടെയും മസിലുകളുടെയും ശക്തി നൽകാൻ വേണ്ടിയിട്ടൊക്കെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മത്സ്യത്തെക്കാൾ അധികം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ 8 ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി ഒരു കാര്യം പറയട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ഊർജ്ജം നൽകാനും എല്ലുകൾക്ക് മസിലുകൾക്ക് ശക്തി നൽകാനൊക്കെ നല്ലതാണ്. മാത്രമല്ല ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ പൊതുവെ പ്രോട്ടീൻ ലഭിക്കാനായിട്ട് നാം മത്സ്യമാണ് കഴിക്കാറ്. അപ്പോൾ എന്നാൽ മത്സ്യത്തേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ചില ഭക്ഷണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സോയാബീൻസ് ആണ് ആദ്യമായിട്ട് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 100 ഗ്രാം സോയാബീൻ 36 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവ കഴിക്കുന്നത് കൊണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. രണ്ടാമത്തത് നിലക്കടലയാണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 100 ഗ്രാം നിലക്കടലയിൽ 25 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവ നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ മൂന്നാമത്തത് മുട്ടയാണ് അടുത്തതായത്. അപ്പോൾ 100 ഗ്രാം മുട്ടയിൽ 13 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അതിൽ കാൽസ്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ മുട്ട നൽകണം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബദാമാണ്. ഫൈബറും വിറ്റാമിൻ ഇയും മാഗ്നീഷ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബദാമിൽ ഉണ്ട്. മാത്രമല്ല പ്രോട്ടീനും ഉണ്ട്. അതുകൊണ്ട് 100 ഗ്രാം ബദാമിൽ 21 ഗ്രാം അളവ് വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മത്തങ്ങ വിത്തുകളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. 100 ഗ്രാം മത്തങ്ങ വിത്തിൽ 19 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോട്ടീന് കുറവുള്ളവർ എന്തായാലും മത്തങ്ങ വിത്ത് ഡയറ്റിൽ ഉൾപ്പെടുത്താം. അത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അത് എന്തായാലും നമ്മൾ വാങ്ങി കഴിക്കാം. നെക്സ്റ്റ് പറയുന്നത് തൈരിനെ കുറിച്ചിട്ടാണ്. 100 ഗ്രാം തൈരിൽ 11 ഗ്രാം പ്രോട്ടീൻ വരെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പ്രോട്ടീന് കുറവുള്ളവർക്ക്. അടുത്തത് ഓട്സ് ആണ്. 100 ഗ്രാം ഓട്സിൽ 26 ഗ്രാം പ്രോട്ടീൻ വരെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ്റെ കുറവുള്ളവർ ഇവയൊക്കെ കഴിക്കാവുന്നതാണ് മത്സ്യത്തിന് പകരമായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. പ്രോട്ടീൻ കുറവുള്ള സംഭവങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. കാരണം പ്രോട്ടീൻ കുറവുള്ളവരായിട്ട് അധികം പേരാണ് ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നവർ എന്തായാലും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.